സമാധാനം നഷ്ടപ്പെട്ട ലോകത്താണ് പലരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ലക്ഷങ്ങൾ സാലറി വാങ്ങിക്കുന്നവർക്ക് പോലും കൃത്യമായൊരു മണിക്കൂർ സമാധാനത്തോടുകൂടെ ഉറങ്ങാൻ സാധിക്കുന്നില്ല. സമാധാനം ലഭിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി തുറന്നു പറയുന്നുണ്ട്, ദിക്റുകളെ കൊണ്ട് സമാധാനം സാധ്യമാണെന്നുള്ളത്. ഏത് ദിക്റാണ് ചൊല്ലേണ്ടത്, എപ്പോഴാണ് ചൊല്ലേണ്ടത്, എങ്ങനെയാണ് ചൊല്ലേണ്ടത്? പലരും ആലിമീങ്ങളെയും സാദാത്യങ്ങളെയൊക്കെ കാണുമ്പോൾ എനിക്ക് ചൊല്ലാൻ വേണ്ടി ഏതെങ്കിലും ഒരു ഇസ്മു തരോ, ദിക്റ് തരോ, ദുആ തരോ, ദായിമായി കൊണ്ട് നടക്കാൻ വേണ്ടി എന്ന് ചോദിക്കാറുമുണ്ട്. ചോദിക്കുന്നതിലൊന്നും തെറ്റില്ല, അത് വലിയ ബറക്കത്ത് ലഭിക്കാൻ കാരണമാകുകയും ചെയ്യും. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രഭാത പ്രദോഷങ്ങളിൽ പതിവാക്കാൻ സാധിക്കുന്ന പവർഫുള്ളായിട്ടുള്ള ദിക്റുകളും ആയത്തുകളും വിശുദ്ധ ഖുർആനിൻ്റെ പവിത്രമേറിയ ദുആകളൊക്കെ ഒരുമിച്ച് കൂട്ടിയ എത്രയോ റാത്തീബുകളും വിറുദുകളൊക്കെയുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് മഹാനരായ അബ്ദുല്ലാഹിബിൻ അലവിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ക്രോഡീകരിച്ച വിർദുൽ ലത്തീഫ് എന്നുള്ളത്. നമ്മൾ ഹദ്ദാദ് റാത്തീബ് എല്ലാ രാത്രിയിലും പതിവാക്കുന്നത് പോലെ പ്രഭാത പ്രദോഷങ്ങളിൽ വിർദുൽ ലത്തീഫ് പതിവാക്കുന്ന എത്രയോ ആലിമീങ്ങളും സാദാത്യങ്ങളും സാധാരണക്കാരായ ആളുകളൊക്കെയുണ്ട്. അതിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുമെന്നുള്ളതാണ്. 70,000 മലക്കുകളുടെ കാവൽ ലഭിക്കാൻ കാരണമാകുന്ന മഹത്തായ വിർദുൽ ലത്തീഫ്, അത്ഭുതങ്ങളുടെ കലവറയായ ദിക്റുകളും ദുആകളൊക്കെ അതിലുണ്ട്. നമ്മുടെ മജ്‌ലിസിൽ എല്ലാ പ്രഭാതത്തിലും അത് നടക്കുന്നുണ്ട്. നിങ്ങൾക്കതിൽ പങ്കെടുക്കാം. വർഷങ്ങളായിട്ട് അതിൽ പങ്കെടുക്കുന്നവരുണ്ട്, അനുഭവങ്ങളുള്ളവരുണ്ട്, ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തുണയായവരുണ്ട്. അള്ളാഹു നമുക്ക് പതിവാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ.